നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 15, 2025 ബുധൻ. അങ്ങനെ ഇന്നലെ യു.എസിൽ നിന്നും ഫെഡ് ചെയർമാൻ ജെറോം പവലിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇന്ത്യയുടെ സെപ്റ്റംബർ മാസത്തെ WPI ഇൻഫ്ലേഷൻ ഡേറ്റയെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീക്കായ സെൻറ്റിമെൻറ്റ്സിനെ തുടർന്ന് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിലും ബ്ലൂ ചിപ്പ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലും ഉണ്ടായ ശക്തമായ സെല്ലിങ്ങിനെ തുടർന്ന് ഇന്നലെ നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും 1508.53 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3661.13 കോടി രൂപയ്ക്ക് ബൈയിങ്ങും നടത്തുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,060 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,950 എന്ന ലെവൽ അടുത്ത സപ്പോർട്ടായിട്ട് ഡൗൺ സൈഡിലേക്ക് മാറിയേക്കാം. എന്നാൽ 24,950 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലെവലുകൾക്കും മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഒരേപോലെ തന്നെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഇവന്റ് ആയിരുന്നു യു.എസിൽ നിന്നുമുള്ള ഫെഡ് ചെയർമാന്റെ സ്പീച്ച്. നിലവിൽ യു.എസിൽ ജോബ് ക്രിയേഷനിൽ ഷാർപ്പ് സ്ലോ ഡൗൺ നേരിടുന്നതിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തിയെങ്കിലും ഈ വർഷം തന്നെ വരാൻ പോകുന്ന ഫെഡ് പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകളും അദ്ദേഹം തള്ളിക്കളയുകയുണ്ടായില്ല. എന്നാൽ അതേസമയം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉറപ്പായും നടപ്പിലാക്കുമെന്നുള്ള വ്യക്തമായ ഒരു വാഗ്ദാനവും അദ്ദേഹം നൽകുകയുണ്ടായില്ല. ഇന്ത്യയുടെ സെപ്റ്റംബർ മാസത്തെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നലെ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. ഓഗസ്റ്റിലെ 0.52% നിന്നും WPI ഇൻഫ്ലേഷൻ കുറഞ്ഞുകൊണ്ട് 0.13% എത്തിച്ചേർന്നുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് പ്രസിദ്ധീകരിക്കുകയുണ്ടായത്. ഇന്ന് യു.എസിൽ നിന്നും ഒത്തിരിയേറെ ഇവന്റുകൾ നിറഞ്ഞ ഒരു ദിനമാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 7 മണിയോടുകൂടി ചൈനയിൽ നിന്നും സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യു.എസിൽ നിന്നും സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റകൾ വരാനിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നവർ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് ചെയ്യുക. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇന്നലെ HDFC ബാങ്ക്, ICICI ബാങ്ക്, വിപ്രോ ADRകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ബാക്കി എല്ലാ ADR സ്റ്റോക്സും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ US ചൈന ട്രേഡ് ടെൻഷൻസ് നിലനിൽക്കുന്നതിനാൽ തന്നെ S&P 500ഉം നാസ്ഡാക്കും നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK മാർക്കറ്റിന് നേരിയ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ചൈന US ട്രേഡ് ടെൻഷൻസിനെ തുടർന്ന് ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 0.5%, കൊറിയൻ മാർക്കറ്റ് 1% നേട്ടത്തോടുകൂടി തന്നെ ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഗോൾഡിന്റെ വിലയിൽ അതിശക്തമായ വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്സിസ് ബാങ്ക്, HDFC ലൈഫ് ഇൻഷുറൻസ്, HDFC AMC, HDB ഫിനാൻഷ്യൽ സർവീസസ്, L&T ഫിനാൻസ്, ഏഞ്ചൽ വൺ, ഡെൽറ്റ കോപ്പ്, ഹെറിറ്റേജ് ഫുഡ്സ്, ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ, KEI ഇൻഡസ്ട്രീസ്, മാംഗ്ലൂർ റിഫൈനറി, മുത്തൂറ്റ് ക്യാപിറ്റൽ, നെറ്റ്വർക്ക് 18 മീഡിയ തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q2 ഏർണിംഗ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. ഇന്നലെ നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ആയിരുന്നതിനാൽ മൂന്നാമത്തെ ആഴ്ചയിലേക്കുള്ള പുതിയ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ ഇന്നത്തോടുകൂടി ഏകദേശമൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. എങ്കിലും നിഫ്റ്റിയുടെ PCR നിലവിൽ 0.69 എന്ന നിലയിലായിട്ടാണ് നിലകൊള്ളുന്നത്. മാക്സ് പെയിൻ 25,200 എന്ന ലെവലിലും ലോവർ ലെവൽസിൽ ബൈയിങ് ഇൻട്രസ്റ്റ് നിലനിൽക്കുമ്പോഴും വീക്ക്നെസ്സിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ലോങ് ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ തന്നെയാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. RSI 55.08 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നെങ്കിലും പോസിറ്റീവ് ക്രോസ് ഓവർ
നിലനിർത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,100 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.96 എന്ന നിലയിലും മാക്സ് പെയിൻ 56,300 എന്ന ലെവലിലും എത്തിച്ചേരുകയുണ്ടായി. ഹെൽത്തി ബൈയിങ് ലോവർ സോൺസിൽ നിലനിൽക്കുമ്പോഴും മോഡറേറ്റ് വീക്ക്നെസ്സിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ഷാഡോയോടും ലോങ് ലോവർ ഷാഡോയോടും കൂടിയിട്ടുള്ള സ്മോൾ ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 56,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 55,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 56,300 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഈ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ടെക് മഹേന്ദ്ര പ്രോഫിറ്റിൽ 4.4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 5.1% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല ഇൻട്രീം ഡിവിഡൻഡും കമ്പനി 15 രൂപ പെർ ഷെയർ എന്ന നിലയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. പെർസിസ്റ്റന്റ് സിസ്റ്റംസ് പ്രോഫിറ്റിൽ 45.1% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 325 കോടി രൂപയിൽ നിന്നും 471.5 കോടി രൂപയായി വർദ്ധിച്ചു. റവന്യൂവിലും 23.6% വർധനവ് രേഖപ്പെടുത്തി. ICICI ലംബോർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി പ്രോഫിറ്റിൽ 18.1% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ 12% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല 6 രൂപ ഡിവിഡൻഡ് പെർ ഷെയറും പ്രഖ്യാപിച്ചു. സയന്റ് DLM പ്രോഫിറ്റിൽ 108% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 15.5 കോടി രൂപയിൽ നിന്നും 32.1 കോടി രൂപയായി വർദ്ധിച്ചു. റവന്യൂ അതേസമയം 20.2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. തൈറോ കെയർ ടെക്നോളജീസ് പ്രോഫിറ്റിൽ 81% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 26.4 കോടി രൂപയിൽ നിന്നും 47.8 കോടി രൂപയായി ഉയർന്നു. റവന്യൂവിലും 22.1% വളർച്ചയും രേഖപ്പെടുത്തി. സുല വൈൻയാർഡ്സ് ക്വാർട്ടർ ടു അപ്ഡേറ്റ്സിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ റവന്യൂവിൽ 1.1% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതുകൂടാതെ ഓൺ ബ്രാൻഡ്സ് റവന്യൂവിലും 2.5% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ടൂറിസം റവന്യൂവിൽ 7.7% ഉയർച്ചയും രേഖപ്പെടുത്തി. മിശ്ര ധാതു നിഗം 306 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.